നമസ്കാരം. ഞാൻ ശാന്ത കുറ്റിക്കാട്, പൂർണ്ണേന്ദു തിരുവാതിര ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തലോര് മംഗലത്തില്ലത്തെ വിജയലക്ഷ്മി അന്തർജനം എന്ന വിജയേടത്തിയാണ്. വിജയേടത്തി തിരുവാതിര രംഗത്ത്, പ്രത്യേകിച്ച് തിരുവാതിര പാട്ടുകളിലും കളികളിലും വളരെ അധികം ഉയർന്ന അറിവും മച്ചാട് ഇളയതിൻ്റെ തിരുവാതിര പാട്ടുകളെ രീതി ഓർമ്മയുള്ള ഒരു മഹാപ്രതിഭയാണ്. തിരുവാതിര ആസ്പിറൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു അമൂല്യ നിധിയാണ് ഏടത്തി. തിരുവാതിരയുടെ വിശേഷങ്ങളെക്കുറിച്ച് ഏടത്തിയുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷങ്ങൾ പല നാടുകളിലും വ്യത്യസ്തമായാണ് ആചരിക്കുന്നത്. വടക്കൻ ശൈലിയിലാണ് ഇവിടെ തിരുവാതിര ആഘോഷിക്കുന്നത്. വടക്കൻ ശൈലിയിൽ ആഘോഷിക്കുന്നതിനെ കുറിച്ച് തലോർ മംഗലത്തില്ലത്ത് വിജയലക്ഷ്മി അന്തർജനം ഏതാനും വാക്കുകളിലൂടെ പറയുന്നു. തിരുവാതിര ആഘോഷിക്കുന്നത് പല ദിക്കിലും പലതരത്തിലാണ്. വടക്കൻ തെക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വടക്കൻ ശൈലിയാണ് ഇവിടെ ഞങ്ങൾ ആചരിക്കാറുള്ളത്. തിരുവാതിരയ്ക്ക് എന്ന് തൊട്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുക? തിരുവോണം മുതൽ, ധനുമാസത്തിലെ തിരുവോണം മുതൽ തിരുവാതിര വരെയാണ് ആഘോഷങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെയൊക്കെ അശ്വതി മുതലാണ് ഞങ്ങൾ ആചരിക്കാറുള്ളത്. അശ്വതി നാള് തൊട്ട് തുടിച്ചു കുളിക്കും. കുളത്തിൽ പോയി അതിരാവിലെ കുളിക്കുന്നതിന് വല്ല സങ്കല്പങ്ങളുണ്ടോ? അശ്വതി നാള് വെളുപ്പിന് കുളിക്കും. ഭരണി നാള് സൂര്യപ്രകാശം ഭൂമിയിൽ പരക്കണേന് മുമ്പ് കുളിക്കണം. വെളിച്ചം വരണേന് മുമ്പ്. കാർത്തിക നാള് കാക്ക കരയണേന് മുമ്പ്. രോഹിണി നാള് മേലത്തെ രോമൊക്കെ എണീറ്റ് വരണേന് മുമ്പ്. മകയിരത്തുന്ന മക്കൾ ഉണരുന്നതിന് മുമ്പ്. തിരുവാതിര നാള് ഭർത്താവ് ഉണരുന്നതിന് മുമ്പ്. ഭർത്താവും കൂടി അറിയാൻ പാടില്ല കുളിക്കാൻ പോണത്. അങ്ങനെയാണ് പറയുന്നത്. ഈ കുളിക്കാൻ മുമ്പ് എന്തൊക്കെയാണ് എടുക്കാറ് സാധാരണ? അഷ്ടമംഗല്യത്തിലെ ഗ്രന്ഥം, അലിക്ക മുണ്ട്, വാൽക്കണ്ണാടി, ചാന്ത്, സിന്ദൂരം, ചന്ദനം, ഇതെല്ലാം ഉണ്ടാവും. ദശപുഷ്പ, ഇതെല്ലാം വെച്ച് വിളക്കും കൊണ്ടാണ്, വിളക്കും പലകയും, ഇരിക്കാനുള്ള പലകയും കൊണ്ടാണ്. പലകയും കൊണ്ടുപോയി കുളക്കടവിൽ വെക്കും. എന്നിട്ടാണ് കുളിക്കുക. തുടിച്ചു പാടുമ്പോ എന്തൊക്കെ പാട്ടാ പാടുക? വെള്ളത്തിൽ ഇറങ്ങിയ കഴിഞ്ഞാൽ എല്ലാവരും തുടിക്കാൻ തുടങ്ങും. അപ്പോ ധനുമാസത്തിൽ തിരുവാതിര, ഭഗവാൻ തന്റെ തിരുനാളാണ് എന്നുള്ള പാട്ടാണ് ചെല്ലണത്. ധനുമാസത്തിൽ തിരുവാതിര, ഭഗവാൻ തന്റെ തിരുനാളാണ്. ഭഗവതിക്കു തിരുനോൻപാണ്. ഇതാണ് ചലനപ്പാട്ട്. പിന്നെ എങ്കിൽ എന്റെ വാസുദേവ എന്നെ തോളിയിൽ എടുക്കാമോ, അങ്ങനെ കുറെ പാട്ടുകൾ പാടും. പിന്നെ സന്താനോപകാലത്തിലെ കുറെ പാട്ടുകളുണ്ട്. സ്തുതികളായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി തുടിക്കാറുണ്ട്. തുടിക്കാൻ പറ്റണ പാട്ടുകള്. ഈ മലരി വറക്കുമ്പോ പാട്ട് പാടില്ലേ? മലരി വറക്കുമ്പോ കീർത്തനങ്ങൾ പാടിയിട്ടാണ്. അഞ്ജന ശ്രീധര പറഞ്ഞത്, കണ്ണനാമുണ്ണിയെ കാണുമാറാകണം, കാറുളി വർണ്ണനെ കാണുമാറാകണം. അത് പിന്നെ അങ്ങനെ ഭഗവാന്റെ സ്തുതിയായിട്ടുള്ള എല്ലാ പാട്ടും ചൊല്ലും. അത് കഴിഞ്ഞ് കുളിച്ച് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക? തുടിച്ച് കുളിച്ചു കഴിഞ്ഞാൽ
അലക്കിയ മുണ്ടോണ്ട് തല തോർത്തണം. തോർത്തി കയറി വന്ന എണവസ്ത്രം ഉടുക്കണം. അത് ഞെറിഞ്ഞുടുക്കണം. ഞെറിഞ്ഞുടുത്ത് കാലുമൊക്കെ ജപിച്ച് തളിച്ച് കാലുമൊക്കെ കഴുകി വന്ന തല കെട്ടി തിരികെ ദശപുഷ്പം ചൂടി കണ്ണെഴുതി കുറി വരച്ച് ചന്ദനം കുറി വരയ്ക്കുക, ചാന്ത് കുങ്കുമം ഇതൊക്കെ തൊട്ട് കണ്ണെഴുതി വന്നവർക്കൊക്കെ കൊടുക്കണം. ചൂടാനുള്ളതും ഇതൊക്കെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുക്കും. അവർക്ക് ചൂടാനുള്ളതൊക്കെ കൂടെ കുളിക്കാൻ വരുന്നവർക്കൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞ ഈറനൊന്നും കൊണ്ടുപോകാൻ പാടില്ല. കൈ പിടിച്ച് ഒക്കെ കുളത്തില് വെച്ചിട്ടാണ് പോവുക. ഈറൻ ഉടുക്കൂല, ഈറൻ ചുമക്കൂല. ഇവിടെ എട്ടങ്ങാടി സമ്പ്രദായമുണ്ടോ? എട്ടങ്ങാടി എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ടോ? വടക്കൻ തെക്കിലെ എട്ടങ്ങാടി നേദിക്കലില്ല. എട്ടങ്ങാടി നേദിക്കേണ്ടത് മകേരം തുടങ്ങുമ്പോഴാണ്. നമുക്ക് തിരുവാതിര തുടങ്ങുമ്പോഴും പറ്റേ ഉള്ളൂ. മകേരത്തുനിന്ന് നോൽമ്പ് നോൽക്കാറുണ്ട്. മക്കൾക്ക് നല്ലതാന്ന് പറയും. മകേരം നോറ്റുണ്ട്. അപ്പൊ മകേരം നോൽക്കാറുണ്ട്. അല്ലാണ്ട് എട്ടങ്ങാടി ഒന്നുമില്ല. തിരുവാതിര തുടങ്ങുമ്പോഴാണ് പിന്നെ ചടങ്ങുകള്. തിരുവാതിര തുടങ്ങുന്ന സമയത്ത് സുമംഗലികള് 108 വെറ്റില എണ്ണി തിന്നാന്ന് പറയാം. 108 വെറ്റില നേദിക്കും. വെറ്റില നേദിക്കുമ്പോ കരിക്ക് വേണം, കുവ കുറുക്കിയത് വേണം. ഇതെല്ലാം കൂടി നേദിച്ച് അവിടെ ഇരുന്ന് ആ വെറ്റില ഇളനീര് കുടിച്ച് കുവ കുറുക്കിയത് തിന്ന് മുറുക്കി എന്നിട്ടാണ് അവിടുന്ന് എണീക്കുക തിരുവാതിര തുടങ്ങണ സമയത്ത്. അത് കഴിഞ്ഞാൽ തിരുവാതിരയുടെ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കലായി. പുഴുക്ക് വെക്കണം. ഗോതമ്പോ ചാമയാണ്. ചിലർക്ക് ചാമയാവും ഇഷ്ടം, ചിലർക്ക് ഗോതമ്പാവും. അത് വെക്കും. അന്ന് അരിഭക്ഷണം കഴിക്കാറില്ല. പുഴുക്ക് എങ്ങനെയാണ് വെക്കുക? മുതിര, പയറ്, കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇടും. ചേമ്പ്, കാവുത്ത്, നേന്ത്രക്കായ, കൂർക്ക എന്ന് വേണ്ട കിഴങ്ങുകൾ വർക്കോ എല്ലാം ഇട്ടിട്ടാണ് പുഴുക്കുണ്ടാക്കുക. നാളികേരൊക്കെ അരച്ച് ജീരകവും കൂടി അരച്ച് ഒഴിച്ചിട്ട് പുഴുക്കുണ്ടാക്കും. പുഴുക്ക് തിന്നണം എന്നാ പറയാ. ഉറക്കൊഴിയാണെങ്കിൽ പുഴുക്ക് തിന്നണം എന്നാ പറയാ. പിന്നെ സന്ധ്യയോട് കൂടിയിട്ട് പിന്നെ എന്താണ് ചെയ്യുക? തിരുവാതിരയുടെ അന്ന് സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? തിരുവാതിര ആയാല് സന്ധ്യ ആയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ നേരത്തെ കോരി വെക്കണം. കിണറ് വെള്ളം കോരാൻ സമ്മതിക്കില്ല. പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാ സുമംഗലികള്. സന്ധ്യ ആയി കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ വരും. എല്ലാവർക്കും കൂവ കുറുക്കിയത് തിന്നാൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി കളിക്കും. കുറെ പാട്ടുകൾ ചൊല്ലി കളിക്കും. ഗണപതി സരസ്വതിയും കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തല്ല. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നാൾ പാടുന്നൊരു പാട്ടുണ്ട്. കാതരമേഴിമാർ കേൾപ്പിൻ ഇന്നോ തിരുവാതിര നിങ്ങൾ കളിപ്പിൻ പതിരാവായി നേരം പാതിരപ്പൂ ചൂടി പാരം സാദരം ദേശികൻ കൂടും മാതിരി സംഗീതത്തോടും. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് തിരുവാതിരയ്ക്ക് ചെല്ലണത് വിശേഷ. പുത്തൻ തിരുവാതിരയാണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? പുത്തൻ തിരുവാതിരക്ക് എണവസ്ത്രം എടുക്കണം. 4 മുണ്ട് കൂടിയത് ഞെറിഞ്ഞു കൊടുക്കണം. കുളിച്ചു വന്ന തിരുവാതിര നോക്കണം. പുത്തൻ തിരുവാതിരയുടെ കുട്ടി വെറ്റില തിന്നണം. ഇതൊക്കെ എല്ലാ സുമംഗലികൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും
ചെയ്യാം. പിന്നെ ഈ പൂവ് എടുക്കാൻ പോണ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. പിന്നെ 12 മണിയായ പാതിരയ്ക്ക് പൂവെടുക്കാൻ പോകും. പൂവെടുക്കാൻ പോണതിന് മുമ്പ് എല്ലാവരും കാലൊക്കെ കഴുകി ശുദ്ധമായിട്ട് വന്ന്, പുത്തൻ തിരുവാതിരയാണെങ്കിൽ ആ കുട്ടിയെ വേണം നനയ്ക്കാൻ, നനച്ചാ കൊണ്ടിരേണ്ടത് പൂവ്. അപ്പൊ അത് കിണ്ടിവെള്ളം എടുക്കാൻ ഉത്തിരിയം കെട്ടണം. ഉത്തിരിയൊക്കെ കെട്ടി കിണ്ടിവെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടെ സുമഗിരികളായിട്ടുള്ള ഒരാള് വിളക്കെടുക്കും. വിളക്കെടുക്കാനൊരു പാട്ടുണ്ട്. ഒന്നാകും ഇളം കൂമ്പു വന്നു, ഇളം കാമ്പു വന്നു, ഇളം കൂമ്പു മുറ്റി, ആരിലത്തേരില കന്യകമാരെ ആടിപ്പാടി വിളക്കെടുപ്പിൻ. അത് തന്നെ വിളക്കെടുക്കാം. അങ്ങനെ 10 വരെ ചെല്ലുന്നത്. പിന്നെ തൃശ്ശൂർവേറൂർ 2 വരിയായിട്ട് നിന്നിട്ട് തൃശ്ശൂർവേറൂർ മതിലകത്ത് എന്നുള്ള പാട്ട്, അതും 10 വരെ. അങ്ങനെ പിന്നെ കുറെ പാട്ടുകളുണ്ട്. ഈ ശ്രീ പാർവതി തിരുദേവി നിനക്കാരി പൂ തന്നു, എനിക്കാരും തന്നതല്ല, കൈതയുടെ ചോട്ടിക്കൂടെ ഞാൻ നടന്ന് പോയപ്പോ കൈതപ്പൂ ഇതളിടിഞ്ഞ് എൻ മുടിയിൽ വീണതാണ്. ഈ പാട്ട് പാടാറില്ലേ? അതും പാടാറുണ്ട്. പിന്നെ പൂവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാടില്ലേ? പൂവ് എടുത്തു കഴിഞ്ഞാലും പാട്ട് പാടില്ലേ? പൂവ് എടുത്തു വരുമ്പോഴോ? പൂവ് ഇങ്ങനെ കുറെ തൃശ്ശൂർ മതിലകത്ത് നിന്നുണ്ട്. ഒന്നാനകുന്ന മേൽ ഒരു മടലോളമേൽ, അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട്. അതൊക്കെ ചൊല്ലി കഴിഞ്ഞ് അവിടെ എത്താറാവുമ്പോഴാണ് പങ്കജനേത്രയെ എന്നുള്ള പാട്ട് ചൊല്ലും. പങ്കജനേത്രയെ കണ്ടു വന്നിക്കുവാൻ തൻകയിൽ വേണ്ടുന്നൊരുക്കമെല്ലാം, ചമ്പകം ചേമന്തി തെച്ചിയും മുല്ലയും ചന്തമേറിയിടുന്ന ചെമ്പരത്തി, മുക്കുറ്റി തൊട്ടുള്ള 10 പുഷ്പങ്ങളും തൻകയിലങ്ങു ധരിച്ചുകൊണ്ട്, നല്ല വാരി നല്ല വീലും മലരുമ ചന്തങ്ങിളം കടളിപ്പഴം, ശർക്കര നേരം ദതിയും പനി നേരം ഉത്തമമായുള്ള ഭോജ്യമെല്ലാം, പാർവതി ദേവിയെ സേവിച്ചു കൊള്ളുവിൻ ഭക്തിയോടെ നിങ്ങൾ ആദരവിൽ, ആദരവോടങ്ങു ദേവി തൻ ബോധത്തിൽ ആരാധിച്ചിടുവിൻ വൈകിടാതെ, ഭർത്തൃസൗഖ്യം തരും പുത്രസൗഖ്യം തരും പാർവതി ദേവി കടാക്ഷത്താലെ. ഇത് ചൊല്ലിയിട്ട് നട്ട് നനച്ച് പൂവെടുത്ത് മടക്കം പോരുമ്പോ വഞ്ചിപ്പാട്ട് ചെല്ലും. വഞ്ചിപ്പാട്ട് ഏതാണ് പാടാറ്? അമ്പിളിത്തല്ലണിയുന്ന വ്യാസോൽപ്പത്തി പാട്ടാ പാടാറ്. അമ്പിളിത്തല്ലണിയുന്ന തമ്പുരാന്റെ മകളൊറ്റ കൊമ്പനുണ്ണി തമ്പുരാനെ കുമ്പിടും ഞാൻ തതൈതാ. അതാണ് ചെല്ലാറ്. ഇത് കഴിഞ്ഞ് പിന്നെ ചടങ്ങുകൾ എന്തൊക്കെയാണ് ചെയ്യാ? അത് മടക്കം വഞ്ചിപ്പാട്ട് പാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂച്ചൂടാനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ. നടുമിറ്റത്താണെങ്കിൽ നടുമിറ്റുള്ളവർക്കാണെങ്കിൽ നടുമിറ്റത്താണ് ഇറങ്ങി പൂച്ചൂടുക. അപ്പൊ അവിടെ എരിക്കിന്റെ ഇല, കൊന്നയുടെ ഇല, ചുവന്ന പൂവ്, അമ്മിക്കുഴ, അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ. ശിവലിംഗത്തിന് അമ്മിക്കുഴ വയ്ക്കും. അതൊക്കെ എല്ലാം ശരിയായിട്ട് വെച്ചിട്ടുണ്ടാവും അവിടെ. ഇതൊക്കെ കൊന്നയുടെ ഇല, എരിക്കിന്റെ ഇല, ചൂടാനുള്ള പൂവ്, ഇതൊക്കെ വയ്ക്കും. അത് കഴിഞ്ഞ് പലകിട്ടിരുന്ന കാലും മുഖം കഴുകി കറിയും പൂവൊക്കെ ചൂടി ഈ കുറിയിടണം. ചന്ദനം, കുങ്കുമം, ചാന്ത്, കണ്ണെഴുതണം. ഇതൊക്കെ കഴിഞ്ഞ് ദശപുഷ്പം ചൂടി അത് കഴിഞ്ഞ അടയ്ക്കാമണിയും കൊണ്ട് ദിക്കാരാധിക്കും. അത് കഴിഞ്ഞ കൊന്നയുടെ ഇല, എരിക്കിന്റെ ഇല, ചൂടാനുള്ള പൂവ്, കൊടുവേലിയുടെ പൂവാണ് ചൂടാനെടുക്കുക. അത് വെച്ച് തലയിൽ ചൂടണം.
ബാക്കി അവിടെ വന്നവർക്കൊക്കെ കൊടുക്കും വേണം പൂച്ചൂടാൻ. അത് ക്രമമനുസരിച്ച് ഓരോരുത്തർ ഇരിക്കും. വന്നവർക്കൊക്കെ നമ്മള് അതൊന്ന് കൊടുക്കും വേണം പൂച്ചൂടാനൊക്കെ. ബാക്കിയൊരു വെക്കിട്ട് ആർക്കും ബാക്കിയിലൊക്കെ ഇടും പൂവ് ചൂടുമ്പോ. അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൂടി വട്ടിട്ട് മൂന്നും കൂട്ടും. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വട്ടിട്ടൊന്ന് മംഗലാതിര് ചെല്ലും. മംഗല ആദിരാമൽ പുരാണം എങ്കിലോ കേട്ടാലുമുള്ള വണ്ണം. ആ പാട്ടാണ് പാടുക. അത് കഴിഞ്ഞാൽ പാർവതി സ്വയംവരം പാടും. പിന്നെ എല്ലാ സ്തുതികളായിട്ടുള്ള പാട്ടുകളാണ് അധികം പാടാറ്. വെളുപ്പാങ്കാലാവുമ്പോ വെളിച്ചാവുമ്പോ കുളിക്കാൻ പോകും. പാതിരപ്പൂ ചൂടി കഴിഞ്ഞാല് ഭർത്താക്കന്മാരുള്ളവരാണെങ്കിൽ കൊണ്ടുവന്ന് അവരെ ചൂടിക്കണം. അവരവര് ചൂടി കഴിഞ്ഞ അത് കഴിഞ്ഞ് കുളിച്ച് വന്നാല് പറഞ്ഞ മാതിരി തന്നെ എണ്ണി തുടിക്കാന്നൊരു ചടങ്ങുണ്ട്. 108 തുടിക്കണം. അപ്പൊ പാട്ടൊന്നും പാടില്ല. നാമം ചൊല്ലിട്ടാ തുടിക്ക. ശിവനാമം ചൊല്ലി 108 തുടിക്കും. അത് കഴിഞ്ഞ മലരും മറക്കാത്ര. അത് സുമംഗലികൾ ചെയ്യേണ്ട ചടങ്ങ. വിധവകള് ചെയ്യാറില്ല. സുമംഗലികൾ 108 എണ്ണി തുടിക്കണം. അത് കഴിഞ്ഞ് കയറിയ ഇതൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ സുമംഗലികൾക്ക് പൂജയുണ്ട്. ശിവന് പൂജ കഴിക്കണം. അതില് കൊന്നയുടെ ഇല, എരിക്കിന്റെ ഇലയൊക്കെ വേണം. അതില് കൊന്നയുടെ ഇല വിളക്കും. പൂജ കഴിഞ്ഞാൽ അല്ല, ആ പൂജയ്ക്ക് ഒരു പേരില്ലേ? നേദിക്കലൊക്കെ കഴിഞ്ഞാൽ അടയുണ്ടാക്കി നേദിക്കും. നമ്മള് തിന്നില്ല. അത് ഉണ്ണികൾക്ക് കൊടുക്കാനുള്ളതാ. അടയുണ്ടാക്കി നേദിക്കും. അതിനൊരു പ്രത്യേക ചടങ്ങിന്റെ ഒരു പേരില്ലേ? അത് നേദിക്കല് കഴിഞ്ഞാൽ ഈ വിളക്കും മാറും തൊടാന്നൊരു ചടങ്ങുണ്ട്. നേദിക്കനാട നമ്മള് തിന്നാൻ പാടില്ല. ആൺകുട്ടികൾക്കൊക്കെ കൊടുക്കും. പൂമേക്കാഴി ഇടൽ എന്ന് പറഞ്ഞൊരു ചടങ്ങില്ലേ? അതാണ് ഇപ്പൊ ഈ നേദിക്കല്. പൂമേക്കാഴി എന്ന് അതിന് പറയാ. ഇത് കഴിഞ്ഞാല് ഈ ഉണ്ണികൾക്ക് കൊടുക്കും. പെൺകുട്ടികൾക്ക് ആർക്കും കൊടുക്കാറില്ല അട നേദിച്ചത്. അത് കഴിഞ്ഞാൽ വിളക്കും മാറും തൊടും. തൊടുമ്പോ കൊന്നയുടെ ഇല എടുത്ത് അതിന്റെ ഉള്ളിൽ എരിക്കിന്റെ ഇല വെക്കും. എരിക്കിന്റെ ഇല വെച്ച് അതില് തിരി എണ്ണയിൽ നനച്ച് വെച്ച് വിളക്കുമെന്ന് തിരി കൊളുത്തി വിളക്കണ്ണാടി കൂട്ടി പിടിച്ച് വിളക്ക് മാറും തൊടും. അത് ചെയ്യും. ചിറ്റേ ചരടേ ചെറുഞാണഞ്ഞടി ശ്രീമൽ കടലകത്ത് പാൽക്കടലകത്ത് ശ്രീനാരായണമണി പൊൻവിളക്ക്. ചിറ്റേ ചരടേ ചെറുഞാണാഞ്ജലി ശ്രീപാൽക്കടലകത്ത് ശ്രീനാരായണമണി പൊൻവിളക്ക് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കണേ. അതങ്ങനെ ചൊല്ലി വിളക്ക് മാറും 3 പ്രാവശ്യം തൊട്ട് ആ കിണ്ടിയിലെ വെള്ളവും ഈ ഇലയിൽ വെച്ച തിരിയൊക്കെ പാടുകൂടി പരയുടെ മുകളിലേക്ക് വെച്ചിട്ട് കിണ്ടിയുടെ വെള്ളം പെരപ്പുറത്തേക്ക് ഒഴിക്കും. ആ വെള്ളം മേടിച്ച് മുഖത്ത് തളിച്ച് വന്ന തിരുവാതിരയുടെ ചടങ്ങ് കഴിഞ്ഞു.